കർത്താവിൽ പ്രിയരെ, മർത്തോമ കോളേജിൽ സജീവമായി പ്രവർത്തിക്കുന്ന മർത്തോമ സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ ഏവർക്കും ഉയർപ്പിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയങ്ങളിലൊക്കെയും ശിഷ്യന്മാരെ കാണുമ്പോൾ അവർക്ക് കൊടുത്ത സന്ദേശം സമാധാനം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തിന് നൽകുന്ന സന്ദേശവും തന്നെയാണ്. എന്നാൽ ഇന്ന് ലോകം സമാധാനത്തിനു വേണ്ടി ഏറെ കാക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. യുദ്ധത്തിൻ്റെ വേദന മൂലം, കെടുതികൾ മൂലം എത്രയോ ആളുകളാണ് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യം സമാധാനമാണ്. ആ ആശ്വാസം യേശുക്രിസ്തുവിൽ കൂടെയാണ് സാധ്യമായത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കണ്ണുനീർ തൂകുന്ന സ്ത്രീകൾക്കും വാതിലടച്ച് ശത്രുഭീതിയാൽ ഏകാന്തരായിരിക്കുന്ന ശിഷ്യർക്കും റോട്ടിലൂടെ യാത്ര ചെയ്ത ശിഷ്യന്മാർക്കും തൊഴിൽ രംഗങ്ങളിൽ പരാജിതരായ ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ചിത്രം തിരുവചനത്തിലൂടെ നാം കാണുന്നു. എവിടെയൊക്കെ ഏകാന്തതയുണ്ടോ, എവിടെയൊക്കെ കണ്ണുനീരുണ്ടോ, എവിടെയൊക്കെ ശത്രുഭീതിയുണ്ടോ, എവിടെയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രദാനം ചെയ്യും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരുമ്പോഴാണ് ഈ അനുഭവം നമുക്ക് പ്രാപിപ്പാനും, എവിടെയൊക്കെ വേദന അനുഭവിക്കുന്നവരുണ്ടോ അവർക്ക് പ്രത്യാശയുടെ തൂണ് നൽകുവാനും സാധ്യമായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകണം. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാൻ തനിച്ചല്ല, അവനും എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ എവിടെയൊക്കെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടോ അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനും, ഏകാന്തതയിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനും ഞാനും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിപ്പാനും നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കണം. അതിന് പ്രിയ സ്നേഹിതരെ, നിങ്ങളെ തമ്പുരാൻ ഇടയാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് യേശു നമ്മുടെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരുമ്പോഴാണ്. ആ ഉറപ്പോടും പ്രത്യാശയോടും കൂടി ജീവിപ്പാൻ ഈ ഉയർപ്പ് പെരുന്നാൾ കൊണ്ടാടുന്ന നാൾ തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഉയർപ്പിൻ്റെ സമാധാനത്തിൻ്റെ ആശംസകൾ ഏവർക്ക് നൽകുകയും ചെയ്യും. ദൈവം ഏവരെയും അനുഗ്രഹിക്കും.